തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ സമാപിച്ചു. രാഹുൽ ഗാന്ധി ഹാർദിക് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഭിസംബോധന ചെയ്യും. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിവരങ്ങൾ എന്തൊക്കെയാണ്? അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം അവസാനിച്ചിരിക്കുകയാണ്. പ്രവർത്തക സമിതിയിൽ പ്രധാനമായും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്ന കാര്യം തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ബിജെപിയുടെ ദേശീയതാ പ്രചാരണത്തെ ഏത് തരത്തിൽ ചെറുക്കണമെന്ന കാര്യത്തിൽ വിശദമായ ചർച്ച നടന്നിട്ടുണ്ട്. മാത്രമല്ല, ബിജെപി സർക്കാരിനെ പരാജയപ്പെടുത്തും, ബിജെപിയും RSSനെയും പ്രത്യയശാസ്ത്രത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന പ്രതിജ്ഞ എടുത്തിരിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ കരടിനും രൂപം നൽകിയിട്ടുണ്ട്. അതിനും അംഗീകാരം നൽകിയിട്ടുണ്ട് പ്രവർത്തക സമിതി യോഗത്തിൽ നിന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ സോണിയാഗാന്ധിയും ഈ പ്രവർത്തക സമിതിയിൽ സംസാരിച്ചിരുന്നു. ജനങ്ങൾ ഇരയാക്കപ്പെടുമ്പോഴും ഇരവാദവുമായി പ്രധാനമന്ത്രി ഇറങ്ങുകയാണെന്നാണ് സോണിയാഗാന്ധി യോഗത്തിൽ പറഞ്ഞത്. ഭീകരാക്രമണത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് മോഡി, അതിന് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നും സോണിയ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നടക്കാനുള്ളത് പൊതുസമ്മേളനമാണ്. പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സംസാരിക്കും. പ്രിയങ്ക ഗാന്ധി പാർട്ടിയുടെ സജീവ ചുമതലകളിലേക്ക് എത്തിയതിനു ശേഷം ചേരുന്ന ആദ്യ പ്രവർത്തക സമിതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ കയ്യിലെടുത്തുകൊണ്ട് മോഡി സർക്കാരിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടാകും പ്രിയങ്കയുടെ പ്രസംഗമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ.